full speed, and then handbrake, drift, okay? ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ബ്രൂട്ടസ്. ഇപ്പം BGMയ്ക്കകത്ത് ഡ്രിഫ്റ്റിംഗ് ആണല്ലോ ട്രെൻഡിങ്. അപ്പോൾ എങ്ങനെ പ്രോപ്പറായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാമെന്ന് ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങളൊന്ന് പഠിപ്പിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, അതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വെഹിക്കിൾ ഏത് വെഹിക്കിളാണ് നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്, സൈക്കിളും ബൈക്കും ഒന്നും എടുക്കരുത് കേട്ടോ, അതിലൊന്നും പറ്റത്തില്ല. 4 വീലുള്ള ഏത് വണ്ടിയിൽ പറ്റും, ഓട്ടോയ്ക്കകത്ത് പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഓട്ടോ ആക്സിലറേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സ്പീഡ് ബൂസ്റ്റ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് നമ്മുടെ മുന്നോട്ട് പോകാനുള്ള ഐക്കൺ ഉണ്ടല്ലോ, അതും ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലെല്ലാം യെല്ലോ വരും. ഓട്ടോ ആക്സിലറേഷൻ ഓൺ ആണെങ്കിൽ യെല്ലോ കളർ വരും. അതിനുശേഷം ബ്രേക്കിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഏത് ഡയറക്ഷനിലേക്കാണോ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടത് ആ ബട്ടൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്പാം ചെയ്യുക. ഞെക്കി പിടിച്ചുകൊണ്ടിരിക്കരുത്, ഞെക്കിക്കൊണ്ടേ പടപടാന്ന് പറഞ്ഞാൽ ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സ്ക്രീനിൽ കാണുന്ന കണ്ട് നിർത്താതെ ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പറ്റും. അതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയുന്നതനുസരിച്ച് ഡ്രിഫ്റ്റ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഒരു പ്രാക്ടീസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഓട്ടോ ആക്സിലറേഷൻ ഉണ്ടല്ലോ, അതും ഞെക്കണം. സ്പീഡ് ബൂസ്റ്റ് പ്ലസ് നമ്മുടെ മുന്നോട്ട് ചെക്കാനുള്ള ഐക്കൺ ഉണ്ടല്ലോ, അതും ഞെക്കണം. സ്പീഡ് ബൂസ്റ്റ് ഞെക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് നമ്മളൊരു 40 കിലോമീറ്റർ സ്പീഡിന് മേളിൽ എത്തിച്ചാൽ മാത്രം മതി. ഓട്ടോ ആക്സിലറേഷൻ എന്തായാലും ഞെക്കിയിരിക്കണം. അപ്പം ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിടിലമാണ്. അപ്പം ഇനി നിങ്ങൾ ഡ്രിഫ്റ്റ് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് പരിപാടി. ഓട്ടോ ആക്സിലറേറ്റിംഗ് ഞെക്കുക, പ്ലസ് സ്പീഡ് ബൂസ്റ്റിൻ്റെ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാനുള്ള ഐക്കൺ ഞെക്കുക. അതിനുശേഷം ബ്രേക്കിലൊന്ന് ടാപ്പ് ചെയ്യുക. ബ്രേക്ക് ഞെക്കി പിടിക്കരുത്, ബ്രേക്കിലൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു 1 സെക്കൻഡ് ടാപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണോ ടേൺ ചെയ്യേണ്ടത് ആ ഐക്കൺ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞെക്കി പിടിക്കരുത്, വളയ്ക്കേണ്ട ആ ഒരു ഡയറക്ഷൻ ഞെക്കി പിടിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഗുണം, ഈ ഡ്രിഫ്റ്റ് കൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ, ചുമ്മാ ഇങ്ങനെ കാണിക്കാം, അത് തന്നെ ഗുണം. പിന്നെ നല്ലൊരു ഫൈറ്റൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. അതായത് ഒരു എനിമി ഓപ്പണിലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു ഡാസിയയിൽ അല്ലെങ്കിൽ ജീപ്പിലൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ എനിമിക്ക് ചുറ്റും വട്ടത്തിൽ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമേറ്റിന് നല്ല എയിം ഉണ്ടെങ്കിൽ നല്ലൊരു ഫൈറ്റ് കിട്ടാനും ചാൻസ് ഉണ്ട്. അല്ല, എനിമിക്കാണ് നല്ല എയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ 4 പേര് പെട്ടിയാവാനും ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ യുക്തിപൂർവ്വം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എങ്ങനെയാണ് ഡ്രിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്.